ഞാൻ കുറച്ച് വേർഡുകൾ പറയാം. ആ വേർഡുകൾ വേർബുകളാണോ നൗണുകളാണോ എന്നൊന്ന് പറയാൻ പറ്റുമോ നോക്കുമോ? ഡാൻസിങ്, കുക്കിംഗ്, റീഡിങ് നൗണാണോ അതോ വേർബാണോ? കിട്ടിയോ? അപ്പൊ നിങ്ങൾ മനസ്സിൽ പറയുന്നുണ്ടാവും, ഇതൊക്കെ വേർബുകളല്ലേ, അല്ലെങ്കിൽ വേർബിന്റെ ING ഫോംസ് അല്ലേ, ഇത് ആർക്കാണ് അറിയാത്തത് എന്ന്. അപ്പൊ കേട്ടോളൂ, ഇത് വേർബിന്റെ ING ഫോം തന്നെയാണ്, പക്ഷെ ഇവർക്ക് വേർബായിട്ട് മാത്രമല്ല ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുക. ദാറ്റ് മീൻസ് ദേ ക്യാൻ ഫംഗ്ഷൻ ആസ് നൗൺസ് ആസ് വെൽ. ഐ ആം റീഡിങ് എ നോവൽ, അതായത് ഞാനൊരു നോവൽ ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. അവിടുത്തെ റീഡിങ് കാണിക്കുന്നത് ഒരു കണ്ടിന്യൂസ് ആക്ഷനെ തന്നെയാണ്. പക്ഷെ അതേ സ്ഥാനത്ത് ഞാൻ മറ്റൊരു സെന്റൻസ് ഉണ്ടാക്കുന്നു റീഡിംഗ് കൊണ്ട്. റീഡിംഗ് ഹെൽപ്സ് ഇംപ്രൂവ് യുവർ വൊക്കാബുലറി എ ലോട്ട്. അവിടെ റീഡിംഗ് എന്നുള്ളത് ഒരിക്കലും ഒരു വേർബല്ല. ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയാണെന്നോ അവൻ വായിച്ചു കൊണ്ടിരിക്കുകയാണോ എന്നൊന്നും അല്ല ആ സെന്റൻസിന്റെ അർത്ഥം. ആ ഒരു സെന്റൻസിന്റെ അർത്ഥം റീഡിംഗ് എന്നുള്ളത് നിങ്ങളുടെ വൊക്കാബുലറിയെ ഒരുപാട് സ്വാധീനിക്കും അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ റീഡിംഗ് എന്നുള്ളത് ഈ ഒരു സെന്റൻസിലെ, ഞാൻ ഇപ്പൊ പറഞ്ഞ സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് സബ്ജക്റ്റ് ആയിട്ട് എപ്പോഴും ഒരു സെന്റൻസിൽ എന്താ വേണ്ടത്? നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ ആണല്ലോ. അപ്പൊ പ്രോനൗൺ അല്ലെങ്കിൽ പിന്നെ റീഡിംഗ് ഇവിടെ എന്താണ്? നൗൺ ആണ്. ആ ഒരു നൗൺ ആണ് ഈ ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സോ റീഡിംഗ് ഈസ് എ നൗൺ ഹിയർ. അപ്പൊ ക്ലിയർ ആണല്ലോ. മറ്റൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഐ ലവ് സ്വിമ്മിങ്. അവിടെ സ്വിമ്മിങ് എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു നൗൺ ആണ് സ്വിമ്മിങ് അവിടെ, മറിച്ച് വേർബിന്റെ പണിയല്ല ആക്ച്വലി സ്വിമ്മിങ് എടുക്കുന്നത് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. വെറാസ് ഐ ആം സ്വിമ്മിങ്ങിൽ സ്വിമ്മിങ് ഒരു വേർബും. അപ്പൊ ഒരു വേർബ് പ്ലസ് ING എന്നുള്ളത് എപ്പോഴും കണ്ടിന്യൂസ് ആക്ഷനെ കാണിക്കുന്ന ഒരു വേർഡ് മാത്രമല്ല, മറിച്ച് ഒരു നൗൺ ആയിട്ട് കൂടെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞിരിക്കുക.